അതെ, കൊരങ്ങൻ ചത്ത കുറവനെ പോലെ ഇങ്ങനെ ഇരിക്കാതെ എന്റെ ലോനപ്പ സാറേ. മുടങ്ങിപ്പോയ പടം 2 ദിവസത്തിനകം തുടങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ടു. എനിക്ക് ഒത്തിരി ന്യൂ ജനറേഷൻ പടങ്ങളുടെ ഓഫർ ഉള്ളതാ. എടോ, അതിന് ഫണ്ട് വേണ്ടേ? 2 ദിവസം കൊണ്ട് ഫണ്ട് റെഡിയാവും. അതിന്റെ പിറ്റേ ദിവസം നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. ഇത് കേക്കാൻ തുടങ്ങിട്ട് മാസം 2 ഒരുമാതിരി ഗണപതിയുടെ കല്യാണം പോലെ നാളെ നീള പറ്റില്ലെങ്കിൽ പറ. സീസൺ തുടങ്ങാൻ പോവാണ്. 4 നാടകം എഴുതി കൊടുത്താൽ എനിക്ക് ജീവിക്കാം. കിട്ടിയ അഡ്വാൻസ് പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു ചില്ലി പൈസ പോലും പ്രതീക്ഷിക്കാതെ ഞാൻ നിങ്ങളോടൊപ്പം സിനിമ പിടിക്കാൻ ഇറങ്ങിയത്. ഇതിപ്പോ കിഴക്കെന്ന് വന്നതും ഇല്ല, ഒറ്റയില് കിടന്നതും ഇല്ലെന്ന് പറഞ്ഞ പോലെ അവസ്ഥയായി പോയി. എന്നാ പിന്നെ എല്ലാരും എങ്ങോട്ടാന്ന് വെച്ചാ പോയിക്കോ. ഈ തീറ്റിപ്പുരുന്ന പൈസകളും ലാഭിക്കാൻ. അയ്യടാ, ഞങ്ങൾ അങ്ങനെ 2 കൈ നീട്ടി ഇറങ്ങി പോന്ന് സാർ വിചാരിക്കണ്ട. ഓഹോ, അങ്ങനെയാണെങ്കിലേ ഇത്രയും നാൾ ഇവിടെ കിടന്നതിന് വരുന്നതിന് നടന്നതിനും ഒക്കെ നഷ്ടപരിഹാരം പ്രൊഡ്യൂസർ തരേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന ആ പ്രോപ്പർട്ടി എല്ലാം കൂടെ വിറ്റ് ഞാൻ കാശാക്കും കേട്ടോ. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അരിയും തീർന്നു, മണ്ണെണ്ണ തീർന്നു. ആ പടം ഒരാൾക്കുള്ള ചോര ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാനങ്ങ് തിന്നു. തീരുമാനമായല്ലോ, കഞ്ഞുടി മുട്ടി. നാളെ ഒരു സിനിമ. എന്താണ് എല്ലാവരുടെ മുഖത്തൊരു പവർ കട്ട്? അരി തീർന്നതിന്റെ പ്രോബ്ലം. ഇനി ഇവിടുന്ന് മുഴുവൻ പട്ടിണിയാണ്. അതൊരു പുതിയ കാര്യമല്ലേട്ടാ. പണമില്ല, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇതാണ് ഇപ്പൊ വലിയ കണ്ടുപിടുത്തം. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനും ഈ പപ്പനറിയാം. എന്ത് പരിഹാരമുണ്ടോ? നമ്മളെ സിനിമയ്ക്ക് പൈസ ഇറക്കാൻ ഒരാൾ വരുന്നുണ്ട്. പൈസ ഇറക്കാനോ? ആര് വരാൻ? ഒരു ഫിനാൻസിയർ വരുന്നു. കാശ് മുടക്കാൻ ആള് വരുന്നെന്ന് പറഞ്ഞപ്പോ അവൻ കണ്ണാടി എടുത്തങ്ങ് വെച്ച്. ഡയറക്ടറെ നോക്കൂ പപ്പ, വിൽക്കാൻ എനിക്ക് വീടില്ല, പണയം വെക്കാൻ സ്വർണ്ണമില്ല, ഇതൊക്കെ മുക്കുപണ്ട. പിന്നെ എന്നോട് ഞാൻ പറഞ്ഞിട്ട് പലിശക്കാരന്റെ ഒരു പരിപാടി ഇവിടെ വേണ്ടാന്ന്. പലിശയായിട്ട് 10 പൈസ കൊടുക്കണ്ട, മാത്രമല്ല മുടക്കി കാശ് പോലും കൊടുക്കണ്ട. ഓ, അപ്പൊ പിന്നെ കോ പ്രൊഡ്യൂസർ എഴുതി കാണിക്കേണ്ടി വരും. ഇതാ നോക്കൂ പപ്പ, അമ്മാരി പരിപാടി ഒന്നും വേണ്ടേ. ഈ പടത്തിന് ആകെ ഒരൊറ്റ പ്രൊഡ്യൂസറേ ഉള്ളൂ, അത് ഈ ലോനപ്പൻ മന്ദാര. എന്റെ പൊന്നു ഏട്ടാ, അതും വേണ്ട. ഇയാളൊരു കലാസ്നേഹിയാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത കലാസ്നേഹി. മനസ്സിലായി. ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാ? അന്തോണീസ് പുണ്യാളൻ. ഏടോ, ചത്ത് കുഴി കിടക്കുന്ന എന്റെ അച്ഛൻ പോലും എത്ര സ്നേഹിച്ചിട്ടില്ല. ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഒരുപാട് പൈസ ഇങ്ങോട്ട് തരണമെങ്കിലേ അത് അന്തോണീസ് പുണ്യാളൻ തന്നെയാ. ഒന്നും പ്രതീക്ഷിക്കില്ല എന്ന് പറഞ്ഞാ ചെറിയൊരു സഹായം മൂപ്പര് പ്രതീക്ഷിക്കുന്നുണ്ട്. നീ പറ പപ്പ, ഞാൻ എന്റെ ചങ്ക് പറിച്ചു കൊടുക്കും. ചങ്കൊന്നും പറിച്ചു കൊടുക്കണ്ട, പുള്ളിക്കാരന്റെ മോൾക്ക് ഒരു വേഷം കൊടുത്താ അത് റെഡിയല്ലേ? എന്താ കൊടുക്കല്ലേ? അതെ, ഈ വഴിയെ പോകുന്നവർക്കൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കാനേ ഞാൻ എഴുതിയ കഥാപാത്രം എന്താ വല്ല ഉഴുതുപട പരിപ്പോടല്ലോ. കാതര, ഈ സിനിമ മുടങ്ങാതിരിക്കാൻ വേണ്ടിയാ. താനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യടൂ. ലോനപ്പ സാറേ, ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഏറ്റവസരം വല്ല പുലിവലൊക്കെ ആവുകയെ. ഒരു പ്രശ്നമില്ല, അയാളെ മോക്ക് ഒരു വേഷം എന്നല്ലാതെ വേറൊരു കണ്ടീഷൻ അതെ. ഇങ്ങനെ തങ്കപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. പിന്നെ കാശ് മുടക്കാന്നല്ലാതെ ഷൂട്ടിംഗ് നടക്കുന്ന ഏരിയയിലേക്ക് അയാൾ വരും. ഇനിയെങ്കിലും പറയടാ, ആ തങ്കപ്പെട്ട മനുഷ്യന്റെ പേരെന്താ? രമണൻ ചെമ്പഴത്തി.